ഡൽഹിയിൽ നിന്ന് ലേയിലേക്ക് യാത്ര പോയത് ഹിമാചൽ സ്റ്റേറ്റ് ബസ്സിലാണ്. നേരത്തെ ബുക്ക് ചെയ്ത്, ഓൺലൈനിൽ ബുക്ക് ചെയ്ത് ബസ് കയറുമ്പോൾ ഒറ്റ സീറ്റും ബാക്കിയില്ല. ബസ് ഫുള്ളാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ടഫസ്റ്റ്, ലോങ്ങസ്റ്റ്, ഹൈയസ്റ്റ് ബസ് റൂട്ടായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. 33 മണിക്കൂറത്തെ യാത്രയാണ്. അങ്ങനെ ബസ് യാത്ര തുടങ്ങുമ്പോൾ ഞങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുന്നവരാരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമൊന്നുമില്ല. പിറ്റേ ദിവസം രാവിലെ ഉച്ചക്ക് തുടങ്ങിയ യാത്രയാണ്. പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് കിലോങ്ങിലെത്തി കഴിഞ്ഞപ്പോഴേക്കും ബസ് മാറി. അപ്പോൾ ചെറിയൊരു ബസ്സായി. കാരണം ഇനി ഇടുങ്ങിയ വഴികളാണ്, അപകടം പിടിച്ച വഴികളാണ്. അപ്പോൾ എല്ലാവരും ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഒരാൾക്ക് സീറ്റ് കിട്ടിയില്ല. അയാൾ ഫ്രണ്ടിലിരുന്ന ആളാണ്, പക്ഷേ അദ്ദേഹത്തിന് വന്നപ്പോഴേക്കും ഏറ്റവും ബാക്കിലായി. അപ്പോൾ ഇത്തിരി തിങ്ങിയിരിക്കേണ്ട, അഡ്ജസ്റ്റ് ചെയ്തിരിക്കേണ്ട ഇത് വന്നപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ കാശ് കൊടുത്ത് ബുക്ക് ചെയ്തതാണ്, അതുകൊണ്ട് എനിക്ക് ഫ്രണ്ടിൽ സീറ്റ് വേണം, എനിക്ക് മര്യാദയ്ക്ക് ഇരിക്കണം. ഇപ്പോൾ കണ്ടക്ടർ പറഞ്ഞു, ചേട്ടാ അഡ്ജസ്റ്റ് ചെയ്യുക, എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ പോകുന്നത്, ഇത്ര യാത്രയുള്ളതല്ലേ. അപ്പോൾ പറഞ്ഞു, ഇത്ര യാത്രയുള്ളതുകൊണ്ടാണ് പറയണത്, ഇത്ര 10-15 മണിക്കൂർ ഇനി യാത്ര ചെയ്യാൻ എനിക്ക് ഇങ്ങനെ ഇരുന്ന് പറ്റത്തില്ല, എനിക്ക് സീറ്റ് വേണം. തർക്കമായി. ബസ്സിൽ വേറെ ആൾക്കാരും മിണ്ടുന്നില്ല. കാരണം എന്നെപ്പോലുള്ള ആൾക്കാർക്ക് സീറ്റ് കിട്ടി, നമ്മളെന്തിനാ ഇടപെടുന്ന നിർത്തിരിക്കുമ്പോൾ. ഈ മനുഷ്യൻ ബസ് എടുക്കാൻ അനുവദിക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഫ്രണ്ടിലിരുന്നൊരു മനുഷ്യൻ എഴുന്നേറ്റ് പറഞ്ഞു, ചേട്ടൻ ഈ സീറ്റ് എടുത്തു, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. അങ്ങനെ യാത്ര തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സീറ്റ് ഒഴിഞ്ഞു കൊടുത്ത മനുഷ്യന് വേറൊരാൾ സീറ്റ് ഒഴിഞ്ഞു കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾക്ക് വേറൊരാൾ സീറ്റ് ഒഴിഞ്ഞു കൊടുത്തു. അങ്ങനെ ഈ കസേരക്കളി പോലെ ആൾക്കാരിങ്ങനെ മാറി മാറി ഇരുന്ന് കൊടുക്കുകയാണ്. 2-3 മണിക്കൂർ യാത്ര കഴിഞ്ഞപ്പോഴേക്കും 2 ചെറുപ്പക്കാർ ബസ്സിന് കൈ കാണിച്ചു. യൂറോപ്യൻസാണ്, അവർ ഇന്ത്യയാണ് വന്നൊക്കെയാണ്, സ്റ്റുഡൻസാണെന്ന് മനസ്സിലാവും. അപ്പോൾ കണ്ടക്ടർ പറഞ്ഞു, സീറ്റില്ല മക്കളെ. ഇല്ല, ഞങ്ങൾ നിന്ന് യാത്ര ചെയ്തോളാം. അവരും ബസ്സിനകത്തേക്ക് കയറി. പിന്നെ അവർക്കും ആൾക്കാർ സീറ്റ് കൊടുക്കാൻ തുടങ്ങി. പിന്നെ സീറ്റ് ഇല്ല എന്ന് കരുതിയ, സ്പേസ് ഇല്ലാത്തൊരു ബസ്സിൽ ഇങ്ങനെ ഒരുപാട് സ്പേസ് ഉണ്ടാവാണ്. 33 മണിക്കൂർ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ ലേയിലെത്തുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ബസ് ഒരു വീടായിട്ട് മാറി. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നമ്പറൊക്കെ കൈമാറിയിട്ടാണ് ഞങ്ങൾ പോയത്. പല വഴിയിലൂടെ എത്തിയ ആൾക്കാർ ഒരു വഴിയിലാക്കിയത് ഒരു മനുഷ്യൻ്റെ കരുണയാണ്. കരുണയെന്ന് പറഞ്ഞത് എപ്പിഡമിക്കാണ്. അത് പടർന്ന് പിടിക്കണം. എൻ്റെ ഗോസ്പലിൽ ഈശോ പറയുന്നു, സമരിയക്കാരനെ പോലെ നീയും കരുണ കാണിക്കുക.